ഹലോ ഗൈസ്, വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജയൻഡസ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ NHS വാക്കിംഗ് ചെയ്യാനായിട്ട് പോവാണ്. ഒരു 3-4 ദിവസം മുന്നേ എൻ്റെ കണ്ണ് നല്ല രീതിയിൽ സ്വെല്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. എൻ്റെ കണ്ണിങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഓർത്തു ആദ്യം നമുക്കൊന്ന് GP കോൺടാക്ട് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഞാൻ GP കോൺടാക്ട് ചെയ്തു. GP കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു ഒരു ഒപ്റ്റീഷ്യനെ കാണിക്കണമെന്നുള്ളത്, GPക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓർത്തുന്നത് പിന്നെ പിറ്റേ ദിവസം നമുക്കെന്ന് NHS വാക്കിംഗ് ചെയ്താലോ എന്നുള്ളത്. NHSൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു കണ്ണിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എമർജൻസി കേസ് ആണെങ്കിൽ പോലും നമുക്ക് NHS വാക്കിംഗ് ചെയ്യാനായിട്ട് പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു ഫോം അവർ തരും ഫില്ല് ചെയ്യാനായിട്ട്. ഫോം സബ്മിറ്റ് ചെയ്ത ശേഷം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിനെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ആദ്യം കണ്ണ് സ്പെല്ല് ചെയ്ത കാര്യം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ആദ്യം എൻ്റെ കണ്ണ് കണ്ടപ്പോഴേ മനസ്സിലായി. പിന്നെ അതിൻ്റെ പറ്റി കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവർക്ക് ഫർദർ ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ഇതെന്താ പ്രശ്നം എന്നുള്ളത്. എന്നിട്ട് അവരെന്നെ സജസ്റ്റ് ചെയ്തു റോയൽ ഹലംഷെയർ ഹോസ്പിറ്റലിൽ ഒന്ന് പോയി കാണിക്കണമെന്നുള്ളത്. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ആയിട്ട് KFCയിൽ പോയി. ഞങ്ങൾ രാവിലെ തൊട്ട് ഒന്നും കഴിച്ചില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓർത്തുന്ന പിന്നെ ബ്രഞ്ച് ഒന്ന് കഴിച്ചാലോ എന്നുള്ളത്. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തു. ഇനിയിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ വീട്ടിലോട്ടാണ് പോകുന്നത്. ഞങ്ങളൊരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു 1:15 ആയപ്പോഴത്തേക്കും ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് NHS വാക്കിലോട്ട് പോയി. പിന്നെ തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു 3:30 ആയപ്പോഴാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലൊക്കെ വിളിച്ചു. ഇനിയിപ്പം പള്ളിയിലോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം പിറ്റേ ദിവസം, അതായത് ബർത്ത്ഡേയുടെ ദിവസം പള്ളി പോകാനായിട്ട് പറ്റത്തില്ല, സമയമില്ല. ഞാൻ ഓർത്തുന്ന പിന്നെ നമുക്ക് തലേ ദിവസം തന്നെ വൈകിട്ട് പോയാലോ എന്നുള്ളത്. അങ്ങനെ 5:30 കുർബാനയുള്ളത്. കാത്തലിക് ചേർച്ച് തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് ഇംഗ്ലീഷ് കുർബാന കാണാനായിട്ട് നമ്മൾ ഇടയ്ക്ക് അവിടെ പോകാറുണ്ടെന്നുള്ളത്. അങ്ങനെ ആ പള്ളിയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം ഞാൻ കണ്ണെഴുതിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ കണ്ണെഴുതിയിട്ടില്ലായിരുന്നു. KFCയിൽ നിന്ന് നമുക്കൊരു ഫ്രീ പാഴ്സൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നേരത്തെ ഷോർട്സിൽ അത് പറഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാർ ചോദിച്ചു അത് ബർത്ത്ഡേയുടെ ട്രീറ്റ് ആണോ? ബർത്ത്ഡേ ട്രീറ്റ് ഒന്നുമല്ല, ഫ്രീ ബീസും ഒന്നുമല്ല. അത് നമ്മൾ KFCയുടെ ആപ്പ് വഴി ഒരു പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർഡർ ചെയ്തപ്പോൾ ഒരു ഫ്രീ മീലും കൂടി കിട്ടി. അപ്പോൾ അതും കൂടി കളക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ KFCയിൽ കയറിയത്. അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ ഒരു സൗണ്ട് വന്നുകൊണ്ട് വീഡിയോ മൊത്തത്തിലൊന്ന് കുളമായി കിട്ടി. എൻ്റെ ഈ കൺകൂര് എങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനിപ്പോൾ കണ്ണെഴുതിയെന്നേ ഉള്ളൂ. ഞാൻ ഇതിന് മുന്നേ കണ്ണെഴുതിയിട്ടില്ലായിരുന്നു. ഞാൻ കണ്ണെഴുതാതിരിക്കുമ്പോൾ ഏതാണ്ട് വല്ലാണ്ട് പോലെ ഇരിക്കുന്നത്. ഒരുമാതിരി എനിക്ക് ഏതോ ഒരു മാരക രോഗം വന്ന പോലെയാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ണൊന്ന് എഴുതിയതാണ്. പള്ളി പോകുന്നതുകൊണ്ടാണ് കണ്ണെഴുതിയത്. അതിൻ്റെ മുന്നേ ഹോസ്പിറ്റലിൽ പോയ സമയത്തൊന്നും ഞാൻ കണ്ണെഴുതിയില്ല. കാരണം കണ്ണ് കാണിക്കുന്നതായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് കൺകൂര് എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ എങ്ങനെ വന്നതെന്നുള്ളത്. എനിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്ക് നന്നായിട്ട് കണ്ണ് ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പം അന്നേരം ഞാൻ കണ്ണ് ചൊറിഞ്ഞ് അതങ്ങ് റെഡ് കളറായി. ഈ കണ്ണ് ഈ ലെഫ്റ്റ് ഐ അത് റെഡ് കളറായി. അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് മാറി. ഒന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കും അതെല്ലാം മാറി. പിന്നെ ശനിയാഴ്ച രാത്രി ഇവിടെ റൂം മൊത്തത്തിലൊന്ന് ക്ലീനിങ് ആയിരുന്നു. അപ്പം അത് കാരണം പൊടി അടിച്ചതാണോ എന്നറിയത്തില്ല. അത് കാരണം അന്ന് തൊട്ട് എനിക്ക് കണ്ണ് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിക്ക് ഞാൻ ഓർത്ത് വന്ന് ലീവ് എടുക്കാൻ നോക്കിയില്ല. പക്ഷെ എനിക്ക് ലീവ് എടുക്കണ്ടെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലീവ് എടുത്തില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോയി. അവിടുത്തെ പൊടി അടിച്ച് അങ്ങനെ ഇന്നലെ ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇത് ബൾബ് കത്തി പോലെ ഇരിക്കുന്നു. സമ്മതിക്കത്തില്ല ബാക്കി പറയാൻ. അച്ചു താഴെ പാഴ്സൽ കളക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2-3 പാഴ്സൽസ് താഴെ കിടപ്പുണ്ടായിരുന്നു. കണ്ടിന്യൂസ് റൂട്ട് കാരണം നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം അച്ചു അത് പോയി കളക്ട് ചെയ്തിട്ട് വന്നതാണേ. ഇതായിരുന്നു നമുക്ക് കിട്ടിയത് KFC എന്നുള്ള പാഴ്സൽ. ഇത്രയും ചിക്കനും കൂടെ 3 പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആയിരുന്നു. ഇനിയിപ്പം വൈകിട്ട് KFC കഴിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പം ഞങ്ങൾ ഓർത്തുന്ന പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേറെ ഏതിലൊരു ദിവസം നമുക്ക് എടുക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ എൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ടുള്ള മസാല ദോശ ഉണ്ടാക്കിയാലോ എന്ന്. എൻ്റെ ബർത്ത്ഡേക്ക് നാട്ടിൽ മമ്മി ബിരിയാണി വെക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം പതിവായിട്ട് അത് വരുന്നൊരു കാര്യമാണ്. പണ്ട് തൊട്ടേ മമ്മി ബർത്ത്ഡേയുടെ ആ സമയത്ത് ബിരിയാണി വെക്കാറുള്ളതാണ്. ഈ പ്രാവശ്യം ഞാൻ ഇവിടെ ആണെങ്കിലും എൻ്റെ ബർത്ത്ഡേ ബിരിയാണി വെക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ തീരുമാനം എടുത്തത്. കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. ഈസ്റ്ററിന് അന്നൊക്കെ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഫേവറേറ്റ് ഫുഡ് ബർത്ത്ഡേക്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും എൻ്റെ ഫേവറേറ്റ് ഫുഡായിട്ട് വരുന്നത് മസാല ദോശ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ മസാല ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളത്.
ശരിക്കും പറഞ്ഞുണ്ടല്ലോ, എനിക്ക് ഈ ദോശ ഇങ്ങനെയൊക്കെ പരത്തുമ്പോഴത്തേക്കും എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് അത്രയും ലെയേഴ്സൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എന്നാൽ അത്രയും ലെയേഴ്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അത്രയും അതുപോലെ വിഷമം വരാറുണ്ട് കേട്ടോ. എപ്പോഴെപ്പോഴും ഇത്രയും ലെയേഴ്സ് കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ചില സമയത്ത് ഒന്ന് ഫ്ലോപ്പ് ആവാറുണ്ട്. ഫ്ലോപ്പ് ആയാലല്ലേ നമ്മളിനി പഠിക്കത്തുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന മിക്ക ഫുഡ് റെസിപ്പീസും മമ്മിയുടെയാണ്. ഈ മസാല ദോശ റെസിപ്പിയും മമ്മിയുടെയാണ്. അപ്പോൾ ഈ പ്രാവശ്യം മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ മമ്മി മിസ് ചെയ്തു. മസാല ദോശയൊക്കെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും 11 മണിയായി കേട്ടോ. ഇനി 1 മണിക്കൂറോട് കഴിഞ്ഞാൽ ഏപ്രിൽ 19 ആവും. കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ബർത്ത്ഡേ ഡെക്കറേഷൻസിൻ്റെ കാര്യങ്ങളിലോട്ട് കടന്നു. ബർത്ത്ഡേ ഡെക്കറേഷൻസ് എല്ലാം ചെയ്തത് അച്ചുവാണ് കേട്ടോ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അച്ചുവിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക് അച്ചു തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്നുള്ളത്. എന്തായാലും ഞാൻ ചെയ്ത സർപ്രൈസിന് അത്രയും വരത്തില്ല എന്ന് പുള്ളിക്ക് അറിയായിരുന്നു. പക്ഷെ ഞാൻ ഫുൾ ടൈം വീട്ടിലുള്ളതുകൊണ്ട് അച്ചു ഉദ്ദേശിച്ച പോലെ സർപ്രൈസസും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഷോർട്സിലും വീഡിയോയിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, ക്യാൻഡിൽ ഊതാതാണ് കേക്ക് മുറിച്ചത്. ആ ഒരു മണ്ടത്തരം ചെയ്തു പോയി. എന്തായാലും കേക്ക് മുറിച്ചിട്ട് ക്യാൻഡിൽ ഊതി കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ പുറത്തുള്ള ടൈമിൽ പപ്പയും അമ്മയും കൂടി ഒരുമിച്ച് വിളിച്ചിട്ടായിരിക്കും കേക്ക് മുറിക്കുന്നത്. ഈ പ്രാവശ്യം അമ്മയും കൂടെ ഞങ്ങളുടെ വീഡിയോ കോളിൽ ജോയിൻ ചെയ്തു. എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പപ്പയും അമ്മയാണ്. ഞാൻ ഒരു 8 ഇയേഴ്സായി പപ്പയും അമ്മയും കൂടെ ഒരുമിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ട്. അവരടുത്തില്ലേലും അവരുടെ പ്രസൻസ് തന്നെ കേക്ക് കട്ട് ചെയ്യണമെന്നുള്ളത് എൻ്റെ എപ്പോഴുള്ള ഒരു ആഗ്രഹമായിരുന്നു. കീപ് യുവർ ഗിഫ്റ്റ് സർപ്രൈസ്. Thank you for shopping at Amazon. A gift from Jason Joseph. Happy birthday, my love, from Jason Joseph. വന്നവരൊക്കെ അടിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഈ എൻവലപ്പിൽ വന്നത്. അച്ചു ഇത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഗിഫ്റ്റാണ്. അപ്പോൾ ഗിഫ്റ്റ് റാപ്പിങ്ങിന് 2.99 പൗണ്ട് അവർ എക്സ്ട്രാ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ബാഗ് ഞാൻ ആദ്യം എന്റെ ഉടായ്പ പെട്ടെന്ന് നീ മനസ്സിലായി. അല്ല, അതിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ബസ്സില് ഒരു ഗേൾ ഒരു ബാഗ് ഇട്ടോണ്ട് വന്നു. അത് നൈക്കിയുടെ ഒരു ബാഗായിരുന്നു. അപ്പൊ ഞാൻ കണ്ടിട്ട്, ഞാൻ ഇപ്പം മിക്ക ആൾക്കാരുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ബാഗ് കണ്ടു. അപ്പൊ ഞാൻ അതിൽ പറഞ്ഞു ചെയ്തു, ഇതിപ്പോ ട്രെൻഡ് ആണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആള് പറഞ്ഞു, ഇനിയിപ്പോ ബർത്ത്ഡേ ഗിഫ്റ്റ് കാണണ്ടേന്ന്. അപ്പോഴേ എനിക്ക് കത്ത് എന്തോ ബാഗ് ആയിരിക്കും. എന്റെ ഉടായ്പകളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുക. ഞാൻ കണ്ടുപിടിച്ചു ഏതിന്റെ ബാഗാണ്. ഞാൻ ഒട്ടും ബ്രാൻഡിന്റെ പേഴ്സണേ അല്ല, പക്ഷെ എനിക്ക് ടോമി ഹിൽഫിഗറിന്റെ ബാഗ് വേണമെന്നുള്ള എന്റെ നേരത്തെ തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. ടോമി ഹിൽഫിഗറിന്റെ ഒരു പ്രാന്ത് എങ്ങനെ കയറിയെന്ന് വെച്ചാൽ, എന്റെ ബ്രൈറ്റ് ടു ബീഡ് ആ ടൈമിൽ എന്റെ 2 ഫ്രണ്ട്സ് എനിക്ക് ടോമി ഹിൽഫിഗറിന്റെ ഒരു വാച്ച് ഗിഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ടോമി ഹിൽഫിഗറിന്റെ ബാഗ് മേടിക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും കാർട്ടിൽ ഇങ്ങനെ ആഡ് ചെയ്ത് വെക്കും. ഓരോ പുതിയ ബാഗ് വരുമ്പോഴത്തേക്കും കണ്ടിഷ്ടപ്പെട്ട കാർട്ടിൽ അന്നേരം ആഡ് ചെയ്ത് വെക്കും. പക്ഷെ ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല. ബർത്ത്ഡേക്ക് പ്രതീക്ഷിക്കാതെ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ ഒന്ന് ഓപ്പണായി വന്നപ്പോഴത്തേക്കും സമയം ഒരു 2:30 ആയി കേട്ടോ. ഇനി ഒരു 2 മണിക്കൂർ കൂടെ ഉറങ്ങാൻ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. എണീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ വഴിയാണ് നമ്മൾ ആൽഫ്രട്ടൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകുന്നത്. അവിടെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഈസ്റ്റ് മിഡ്ലാൻഡ് ഡിസൈനർ ഔട്ട്ലെറ്റ്സ് എന്നാണ് അതിൻ്റെ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ആൽഫ്രട്ടൺ ഒരു 45 മിനിറ്റ് ഉണ്ട്. ഡയറക്റ്റ് ട്രെയിനാണ്. അങ്ങനെ നമ്മൾ ആൽഫ്രട്ടണിൽ പോയി. നേരത്തെ നമ്മൾ പോയിട്ടുണ്ട് അവിടെ. ഇത് എൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ്, അച്ചുവിൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ്. കേക്ക് കട്ടിങ് വെളുപ്പിനായതുകൊണ്ട് ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോഴത്തേക്ക് ഒരു 4:30 നമുക്ക് ട്രെയിന് 9 o'clock അതുകൊണ്ട് കുറച്ച് നേരം മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പം എൻ്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. തലേദിവസവും ആ ദിവസവും ഒന്നും ഉറങ്ങാത്തതിൻ്റെ നല്ല ഉറക്കക്ഷീണം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. എന്തായാലും ആൽഫ്രട്ടൺ ട്രെയിൻ നേരത്തെ ഒരാഴ്ച മുന്നേ നമ്മൾ ബുക്ക് ചെയ്തതാണ്. അപ്പം പോകാൻ മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒറ്റൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് കളക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ഔട്ട്ലെറ്റ്സ് കയറാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്താണ്. അച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ പോയത് മെഡോ ഹാളിലായിരുന്നു. ഈ പ്രാവശ്യം മെഡോ ഹാൾ വേണ്ട എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. കാരണം എന്തോ ഞങ്ങൾക്ക് മെഡോ ഹാൾ പോകാൻ തോന്നിയില്ല. അതുകൊണ്ടൊരു ചേഞ്ച് ആയിട്ട് ആൽഫ്രട്ടണിൽ പോകാമെന്നുള്ള രീതിയിലാണ് അവിടെ പോയത്. കാണാൻ അവിടെ സ്ഥലങ്ങൾ ഉണ്ട് കേട്ടോ. അവിടെ കുറേ ഔട്ട്ലെറ്റ്സ് ഉള്ളതുകൊണ്ട്, അതുമല്ല ഒത്തിരി വിലക്കുറവ് ഡ്രസ്സസൊക്കെ അവിടെ കിട്ടും. ഷൂസും ഈവൻ നൈക്കി, അഡിഡാസ്, പൂമ അതിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ്സ് ഉണ്ട് അവിടെ. ആൽഫ്രട്ടൺ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് പിന്നെ റൈറ്റ് പോകുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് 9.1 ദ നൈൻസ് എന്ന് പറഞ്ഞൊരു ബസ് നമുക്ക് എടുക്കണം. അവിടെ നിന്നാണ് നേരെ നമുക്ക് ഔട്ട്ലെറ്റിൽ ഇറങ്ങാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അവിടെ അടുത്ത് പറഞ്ഞാൽ മതി ഔട്ട്ലെറ്റിൽ ഇറങ്ങാനായിട്ടാണെന്ന്. പക്ഷേ 2 ടൈപ്പ് ബസ് ഉണ്ട് കേട്ടോ. ഒന്ന് മാൻസ്ഫീൽഡും ഒന്ന് ഡെർബിയും ആണ്. ആൽഫ്രട്ടൺ ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് മാൻസ്ഫീൽഡിൻ്റെ ബസ് വേണം എടുക്കാൻ.
തിരിച്ച് വരുമ്പോൾ ഡേർബിയുടെ ബസ് വേണം എടുക്കാൻ, കാരണം തിരിച്ച് നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ ഇതാണ് ആ ഒരു ഡിസൈനർ ഔട്ട്ലെറ്റ്. ഇതിനകത്ത് കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഈ പുറത്ത് കാണുന്ന പോലെയല്ല, അകത്ത് കയറുമ്പോഴത്തേക്കും മോളിൽ കയറുന്ന പോലെ ഉണ്ട്. അതെന്ന് വെച്ചാൽ അത്രയ്ക്കും ഷോപ്സ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് കാണുന്ന നൈക്കിയുടെ ഔട്ട്ലെറ്റ് ആണ്, പിന്നെ M&S. ഈ 2 ഔട്ട്ലെറ്റ്സ് ആണ് ആദ്യം കാണുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. മിക്ക സമയത്ത് ഞങ്ങൾ പോകുന്ന ടൈമിൽ ഈ ഔട്ട്ലെറ്റ്സിൽ ഓഫേഴ്സ് കാണും കേട്ടോ. അപ്പോൾ അന്ന് നൈക്കിയിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു, 50% ഓഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അഡിഡാസിലും ഉണ്ടായിരുന്നു ഓഫ്. അങ്ങനെ കുറച്ച്, എന്ന് വെച്ചാൽ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഓഫ് കാണത്തില്ല, കുറച്ച് ഔട്ട്ലെറ്റ്സിലൊക്കെ ഓഫ് കാണും. ഈവൻ ലിൻഡിലും ഓഫ് ഉണ്ടായിരുന്നു. ലിൻഡ് ഓൺലൈനിൽ കണ്ടാലും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ലിൻഡിൻ്റെ ഫ്രീബി എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ലിൻഡിൻ്റെ മെമ്പർഷിപ്പ് ആണെങ്കിൽ അവർ നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്കൊരു മെയിൽ അയച്ചു തരും. അപ്പോൾ അതിനകത്തൊരു കോഡ് കാണും. ആ കോഡ് എടുത്തുകൊണ്ട് നമുക്ക് ലിൻഡ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ കോഡിൻ്റെ കൂടെ തന്നെ അവർ ഏത് പ്രൊഡക്റ്റ് നമുക്ക് ഫ്രീബി ആയിട്ട് കിട്ടുന്നതെന്നുള്ളത് അവർ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ലിൻഡ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്കത് ഫ്രീ ആയിട്ട് തരും. ലിൻഡിൻ്റെ ഷോപ്പിന് തൊട്ടപ്പുറത്താണ് കാഡ്ബറീസിൻ്റെ ഷോപ്പ് ഉള്ളത്. അവിടെ ഞങ്ങൾ കയറി ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ടുള്ള ചോക്ലേറ്റ്സ് ഒക്കെ മേടിച്ചു. കാഡ്ബറിയുടെ അങ്ങനെ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഇല്ലാത്തതാണ്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ നിന്ന് മേടിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ കയറി മേടിച്ചതാണ്. പിന്നെ കാഡ്ബറീസ് നമുക്ക് ഫ്രീ ബീസ് ഒന്നും ഇല്ല കേട്ടോ. അവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് അങ്ങനെ മേടിക്കാനായിട്ട് പറ്റും. ഇവൻ ഇവിടെ പെർ ഗ്രാം വെച്ചിട്ട് അവർ തൂക്കം ചെയ്ത് നമുക്ക് അങ്ങനെ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പൗണ്ട് നമുക്ക് പേ ചെയ്താൽ മതി. പിന്നെ അല്ലാത്ത ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്ത വലിയ ഡയറി മിൽക്കും ടോബ്ലറോണും ഒക്കെ ഉണ്ട്. ലിൻഡിൻ്റെയും ഇതുപോലെ മിക്സ് മാച്ച് ചെയ്ത് നമുക്ക് ചോക്ലേറ്റ്സ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ലിൻഡിന് നല്ല വില ആണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റിൻ്റെ ഔട്ട്ലെറ്റിൽ പോയത്. നെക്സ്റ്റിൻ്റെ ഔട്ട്ലെറ്റ് മസ്റ്റ് വിസിറ്റ് ഔട്ട്ലെറ്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കുറേ വില കുറവിന് ഡ്രസ്സസ് കിട്ടും അവിടെ നിന്ന്. പിന്നെ ബാത്ത് ആൻഡ് ബോഡിയുടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണമെന്നുള്ളത്. കുറേ സാധനങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്ത് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കി, നല്ല സ്മെല്ലൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. ഇവിടെ നിന്നും ഇറങ്ങിയ സമയത്ത് മഴയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേർബിയിലോട്ടുള്ള ബസ് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് പോയി ഒന്ന് ഉറങ്ങിയ ശേഷം വീണ്ടും ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. കാരണം ഞങ്ങൾ കോസ്മോയിലുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമിലാണ് ഞങ്ങൾ രണ്ടുപേരും കോസ്മോയിൽ പോകുന്നത്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഞങ്ങൾ ഒത്തിരി നാൾ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ, ഒരു പ്രാവശ്യമെങ്കിലും കോസ്മോ ഒന്ന് ട്രൈ ചെയ്യണമെന്നുള്ളത്. ഒരാൾക്ക് ഇവിടെ 19 പൗണ്ടിൻ്റെ ഫുഡാണ് കിട്ടുന്നത്. ബുഫയാണ്. അത് ഒത്തിരി ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് പറയാം കേട്ടോ. വീക്കെൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ 22 പൗണ്ടാണ്. പിന്നെ ലഞ്ചും ഡിന്നറിനും സെപ്പറേറ്റ് റേറ്റ്സ് ആയിരിക്കും വരുന്നത്. ബർത്ത്ഡേക്ക് പോയിട്ടുണ്ടെങ്കിൽ 3 പേര് കൂടെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഫുഡ് ഫ്രീ ആയിരിക്കും. പിന്നെ അടുത്ത ഓർഡറിന് ഒരു 15% ഓഫും വരും. ഞങ്ങൾക്കിവിടെ ഒരു കുഞ്ഞ് അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ അവർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും ഡ്രിങ്ക്സ് വേണമെന്ന് ചോദിച്ചു. ഞങ്ങൾ 2 ഗ്ലാസ് പെപ്സി ഓർഡർ ചെയ്തു. പക്ഷെ സത്യം പറഞ്ഞാൽ 2 ഗ്ലാസ്സിന് ആവശ്യമില്ല, 1 ഗ്ലാസ് മതി. അവർ 1 ഗ്ലാസ്സിന് തന്നെ അവരെടുത്ത് നല്ലൊരു റേറ്റ് ആണ്. അപ്പം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പിന്നെ നമുക്ക് ഡ്രിങ്ക്സ് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ 1 ഗ്ലാസ് ഞങ്ങൾ സജസ്റ്റ് ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എത്ര വേണേലും ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കാം. ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 7 to 8:30 ആയിരുന്നു. ഓരോ സ്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ട്സിൽ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പോകാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കിടിലം ഫുഡാണ്. സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താണേലും മസ്റ്റ് ട്രൈ ആണ് കോസ്മോ. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡെസേർട്ട് സെക്ഷനാണ്. അതുപോലെ ഞങ്ങൾ ഡെസേർട്ട്സ് എടുത്ത് തിന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോസ്മോ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ കോസ്മോ ഇഷ്ടപ്പെടും കേട്ടോ. ഞങ്ങൾ 2 പേർക്ക് സീ ഫുഡ് ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം അവിടെ നിന്ന് മേടിച്ചു. ഇതാണ് ഐസ്ക്രീമിൻ്റെ ആ ഒരു മെഷീന്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം സത്യം പറഞ്ഞാൽ നമ്മൾക്ക് റോയൽ ഹലാംഷെയർ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടായിരുന്നു കണ്ണിൻ്റെ കാര്യം കാണിക്കാൻ വേണ്ടി. പക്ഷേ ഒരു ട്വിസ്റ്റ് നടന്നു. ഞങ്ങൾ സാറ്റർഡേ അപ്പോയിൻമെൻറ്റിന് വേണ്ടി ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർ ക്ലോസ്ഡ് ആണെന്ന്. അതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇതുവരെ ഞാൻ കണ്ണ് കാണിച്ചിട്ടില്ല. പൊതുവേ എനിക്ക് കൺകൂര് വരുമ്പം 1-2 ദിവസം മാത്രം നിൽക്കാറുള്ളൂ. അത് പെട്ടെന്ന് പോകുന്നതാണ്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഏകദേശം 2 ആഴ്ച ആവാറായി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇതുവരെ പോയിട്ടില്ല. ഇപ്പം കുറച്ച് കുറവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതായിരുന്നു എൻ്റെ ഓൾ ടുഗദർ ഒരു 26th ബർത്ത്ഡേ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരെ ടിൽ ദെൻ വീൽ മീറ്റ്. ടാറ്റാ. അയ്യോ പോലെ സൺഡേ ഞാൻ ആമസോണിൽ പോയപ്പം എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നേ. അത് ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. സാധാ ഒരു ഡേ പറഞ്ഞുകൊണ്ടായിരുന്നു പോയത്. പക്ഷെ ശരിക്കും അവളൊരു ഗിഫ്റ്റ് തന്നപ്പോഴത്തേക്ക് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. വേറൊരാളുടെ കയ്യിൽ നിന്നും എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും അതൊരു അൺഎക്സ്പെക്റ്റഡ് ഡേ ആയിരുന്നു. എന്താണേലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
അപ്പോൾ എൻ്റെ 26th ബർത്ത്ഡേ വ്ളോഗ് ഇവിടോടെ കഴിഞ്ഞു ഗൈസ്. പുതിയ ആൾക്കാർ ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ടെന്നറിയാം, എന്നാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോണേ. ബൈ.